ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവർക്കും ജോബി ഷാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്ന കുട്ടീസിലെ കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പം വന്നിരിക്കുന്നത് സത്താപ്ലിയ എന്ന് പറഞ്ഞ ഒരു നാഷണൽ പാർക്കിലാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ ഒരു കേവും ഉണ്ട് ഇവിടെ, പിന്നെ ഒരു പാർക്കുണ്ട്, പിന്നെ ഒരു ഡൈനോസോറിൻ്റെ ഒരു ഫുട് പ്രിൻ്റൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ എല്ലാ പാർക്കുകളും അല്ലെങ്കിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. അപ്പം 10 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. 10:15 എത്തിയപ്പം 10:30 ഒരു ടൂറുണ്ട്, ഒരു ഗൈഡഡ് ടൂർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 20 GL ആണ്. അപ്പോൾ 6 വയസ്സുള്ള താഴെയുള്ളവർക്കൊക്കെ ഫ്രീ ആണത്. കുട്ടേസിയിലാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സി ഒക്കെ വിളിച്ച് വരാൻ പറ്റുന്നൊരു ദൂരമില്ല, ഒരു 15 മിനിറ്റോ അങ്ങനെ എന്തോ കുട്ടേസിൽ നിന്ന് ഇങ്ങോട്ടുള്ളൂ, അധികം ദൂരമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 GL എക്സ്ട്രാ കൊടുക്കണം. അത് അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഗേറ്റിൽ കോയിൻ ഇട്ടിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ പുറത്ത് വണ്ടി വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വെക്കാൻ പറ്റുമെന്നറിയില്ല. പിന്നെ നമ്മളൊരു സേഫ് സൈഡിന് വേണ്ടിയിട്ട് ആ ഗേറ്റിനുള്ളിൽ തന്നെ പൈസ കൊടുത്തിട്ട് വെക്കുകയാണ് ചെയ്ത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡൈനോസോറിൻ്റെ ഫുട് പ്രിന്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 25 ഡൈനോസോഴ്സിന് ഒരു ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിലൊന്നിൻ്റെ ഒരു ഫുട് പ്രിൻ്റാണുള്ളത്. 1933 മറ്റാണ് ഇത് കണ്ടെത്തിയത്. ശരിക്കും ഈ ഡൈനോസോഴ്സിനൊക്കെ 60 മില്യൺ വർഷം പഴക്കമുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഭാഗത്താണ് ഡൈനോസോറിൻ്റെ ഫുട് പ്രിൻ്റ് ഉള്ളത്. അങ്ങനെ ചെറിയത് കാണുന്നില്ലേ? അപ്പം അവിടെ ഒരു ഇമേജും വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഫുട് പ്രിൻ്റ് ഉള്ളത്. അതിൻ്റെ ഷേപ്പൊക്കെ അവിടെ ഇങ്ങനെ കാണാം, ഫുട് പ്രിൻസ് ഇങ്ങനെ കാണുമ്പോൾ അവിടെ കയറി പോകുന്ന രീതിയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൂറിൽ ആദ്യമായിട്ട് വരുന്നതാണ് ഈ ഡൈനോസോറിൻ്റെ ഫുട് പ്രിൻ്റ് കാണുന്ന സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡൈനോസോറിൻ്റെ കാഴ്ചകൾ കണ്ട് പിന്നെ ഒരു കേവിലേക്ക് പോകണം. ഇവിടെ ഒരു കേവ് ഉണ്ട്, നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ ഒരു കേവ് ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ ഡൈനോസോറിന് ചെറിയ ഡൈനോസോഴ്സിൻ്റെ ആണെന്നാണ് അവർ പറയുന്നത്. ആ ഒരു ഫുട് പ്രിൻ്റൊക്കെ കാണുന്നത് നമുക്കും കാണാൻ ചെറിയ രീതിയിലുള്ളതാണ്. പക്ഷേ ഒരു പ്രത്യേക ഷേപ്പാണ്, ഒരു 3 വിരലൊക്കെ പോലുള്ള ഒരു സംഭവത്തിൽ ഉള്ള ഒരു ഷേപ്പിലാണ് അത് കാണുന്നത്. ഈ സ്ഥലം സത്താപ്ലിയ എന്ന് പറയാനുള്ള കാണുന്ന പ്ലേസ് ഓഫ് ഹണി എന്നുള്ള ഒരു നിലക്കാണ്. ഇവിടെ ഈ മലിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ഹണീൻ്റെ തേനീച്ച കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത്, ഓരോ കൂടുകളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ആൾക്കാർ മുൻപ് കാലത്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹണി ശേഖരിച്ചിട്ടൊക്കെയാണ് ജീവിച്ചിരുന്നത്. ദിനോസങ്ങളൊക്കെ പഴക്കമുള്ള ഒരു ഇതാണ്, ആ സ്പീഷീസാണ് പിന്നെ ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേനീച്ച എന്ന് പറയുന്നത്. ഇതിപ്പം വീണ്ടും കേവിൻ്റെ ഉള്ളിൽ കയറിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട കേവിനോട് സിമിലർ ആയിട്ടാണ്, പക്ഷേ അത്ര നനവൊന്നും തോന്നുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ ആസ്മ അങ്ങനത്തെ ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ളവർക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു മിനറൽസിൻ്റെ കണ്ടൻ്റൊക്കെ ഏകദേശം 30 വർഷം എടുത്തിട്ടാണ് ഇതുണ്ടായത്. ഒരു വർഷത്തിൽ 1 സെൻറ്റിമീറ്റർ മറ്റുമാണ് ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവാൻ തോന്നുന്നത്. അപ്പോൾ ഈ കേവിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട റോമത്തിസ് കേവ് ആയിട്ട് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഒരു കേവിൻ്റെ ഫീൽ ഉണ്ട്, കുറച്ചുകൂടി ഒരു നാരോ ആണ്. റോമത്തിസ് കേവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാൾസ് ആയിരുന്നു, കുറേ വലിയ വലിയ ഹാൾസ് ആണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു കേവിൻ്റെ ഫീലുണ്ട്. അങ്ങനെ ചെറിയ അധികം വീതിയൊന്നുമില്ല. ഏകദേശം 1921 കണ്ടുപിടിച്ചാണ്, ആക്സിഡൻ്റലി ആയിട്ട് ഒരാൾ കണ്ടുപിടിച്ചതാണ്. പിന്നെ അധികം അവിടുത്തെ പ്രോമത്തിയസ് കേവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അധികം എന്താ പറയുക, അതിൻ്റെ മറ്റേ മിനറൽസും കാര്യങ്ങളൊക്കെ കുറവാണ്. കുറച്ചുകൂടി ഒരു ഗുഹൻ്റെ ഫീൽ തന്നെയാണ് കുറച്ചുകൂടി ഇവിടെ ഉള്ളത്. ഇതിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഷേപ്പിലുള്ള സംഭവമാണ്. അപ്പോൾ അവിടെ കോയിൻസ് ഒക്കെ ഇട്ടെങ്കിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഈ ഏരിയയിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ഇങ്ങനത്തെ ഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ അത്ര ഫോർമേഷൻസ് ഒക്കെ കണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ട ഫോർമേഷനോട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഫോർമേഷൻസ്.
അപ്പോൾ നമ്മൾ കേവിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയതാണ്. പിന്നെ അതിൻ്റെ പുറത്തൊരു ഡൈനസോർ കേവ് ഉണ്ട്. കുറച്ച് ഡൈനസോറിൻ്റെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏകദേശം ഇതോടുകൂടി അവിടെ ഗ്രൂപ്പ് ടൂർ കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് മുതൽ നമുക്ക് ഫ്രീ ആയിട്ട് റൂം ചെയ്യാം. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇതുവരെ നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത്. ഫസ്റ്റ് കണ്ട മറ്റേ ഇതിൻ്റെ ഫുഡ് സ്റ്റെപ്പ്, ഡൈനസോറിൻ്റെ ഫുഡ് സ്റ്റെപ്പും അല്ലെങ്കിൽ കേവൊക്കെ നമ്മളൊരു ഗൈഡിന് കൂടെയാണ് പോകുന്നത്. നിങ്ങൾ ഈ പ്രോമത്തിയസ് കേവോ അല്ലെങ്കിൽ സദാപ്ലിയ നാഷണൽ പാർക്കോ അതിൽ ഏതെങ്കിലും ഒന്നാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലത്. അതിന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പ്രോമത്തിയസിൽ ജസ്റ്റ് കേവ് ആണ്, പക്ഷേ കേവ് സംഭവം അത് അടിപൊളിയാട്ടോ, ഡിഫറെൻ്റ് ആണ്. രണ്ടും പോകണമെന്ന് ഞാൻ പറയും. പക്ഷേ ഒന്നാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് നല്ലത്. കുറച്ചൊരു കേവിൻ്റെ എഫക്റ്റ് കിട്ടും, പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കിട്ടും, ഡൈനസോറിൻ്റെ ഫുഡ് പ്രിന്റ് കിട്ടും, അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ആണ് നിലത്തുള്ളത്. പക്ഷെ അത്ര വൃത്തിയൊന്നുമില്ല. ആൾക്കാരെ ഷൂ ഒക്കെ കൊണ്ടിട്ട് നല്ല സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് വ്യൂ നല്ലൊരു കിടിലം വ്യൂ ആട്ടോ. ഇവിടുത്തെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു മൊത്തം വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ പിറകിലായിട്ട് വേണമെങ്കിൽ ആ ഒരു സിറ്റിയുടെ ചെറിയൊരു വ്യൂ ഇവിടുന്ന് കാണുന്നുണ്ട്. പിന്നെ അധികം വെയിലില്ലാത്തതുകൊണ്ട് ഒരു സുഖം നടക്കാനൊക്കെ ഒരു ക്ലൗഡി വെതറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട്. അല്ലെങ്കിൽ ഒരു ഭയങ്കര ഷെയ്ഡും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. കാഴ്ചക്കും ഒരു സുഖമുണ്ട്. നമുക്കങ്ങനെ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് കാണേണ്ട കേസുകളൊന്നുമില്ല. പിന്നെ ഇവിടെ ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് ഒരു ടിക്കറ്റ് നോക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് മറ്റാണെന്ന് അറിയില്ല, അങ്ങനെ ആരും നോക്കിയിട്ടൊന്നുമില്ല. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചയൊക്കെ ഞങ്ങൾ കണ്ട് തിരിച്ചു വന്നപ്പോൾ ഒരു മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട്. കുറച്ചൊരു ക്ലൗഡിയാണ്. അപ്പോൾ ഒന്ന് മഴ പെയ്യുമെന്നൊരു പ്രഡിക്ഷൻ ഉണ്ട്. രാവിലെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് പെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു. പിന്നെ എനിക്കൊന്നും ഇവിടെ ഓഫ് സീസൺ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ നമുക്ക് വേണ്ടത്ര സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അതിനകത്തും വലിയ തിരക്കൊന്നുമില്ല. അവരൊരു ഗൈഡഡ് ടൂർ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തിരിച്ച് പോകാനൊക്കെ പറ്റും. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ വന്നത് ബഗാട്ടി കത്തീഡ്രൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു മലയുടെ മുകളിലേക്കായിട്ടുള്ള ഒരു കത്തീഡ്രലാണത്. ഇപ്പോൾ 11th സെഞ്ചുറിയിൽ മുതലുള്ളൊരു കത്തീഡ്രലാണ്. പക്ഷേ അതിന് 1953 മുതൽ ഗ്രാജുവലായിട്ട് കുറേ റീകൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നാളെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ടൂറിസ്റ്റ് ഈ സിറ്റിയുടെ ഒരു നല്ലൊരു വ്യൂവും ഇവിടുന്ന് കിട്ടും. അതും ഇവിടെ നല്ലൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു ആർട്ട് വർക്കുകളോ അങ്ങനെ ചിത്രപ്പണികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എനിക്കൊന്ന് ഒരുപാട് റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു മോഡേൺ രീതി തന്നെയാണ് ഉള്ളത് കൂടുതലും. അപ്പോൾ ഞങ്ങളിപ്പോൾ കത്തീഡ്രലിൻ്റെ കാഴ്ചയിലൊക്കെ ഉണ്ട്. ബോട്ടണിക്കൽ ഗാർഡനിലേക്ക് വന്നിട്ടാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗാർഡനാണിത്. അപ്പോൾ ഇവിടെ കയറാൻ ഒരാൾക്ക് 5 ലീറ വെച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ റെയിൻകോട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതെടുത്തിട്ടതാണ്. ഇതിവിടെ ഒരു വലിയൊരു മരമാട്ടോ. ഇങ്ങനത്തെ ഒരുപാട് മരങ്ങളാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു തടിയുണ്ട് ഇത് കാണാൻ തന്നെ. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിലും ഇവിടുത്തെ റഷ്യനിലും ജോർജിയൻ ഭാഷയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോട്ടണിക്കൽ ഗാർഡനിലെ ഒരു ട്രീ ആണ് കാണുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഒരു പൊത്തൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഷാപ്പിലെ രൂപത്തിലാക്കി ഒരു റീക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. പക്ഷെ മരം നല്ല പച്ചപ്പനുണ്ടോ, ഒരു മാറ്റം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിങ്ങനെ ഒരു ചെറിയൊരു റൂം പോലെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഡോറ് ഒരു ഗ്ലാസ് ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ കുറേ പിന്നെ ക്രൈസ്റ്റിൻ്റെ കുറേ ഫോട്ടോസും അതുമായിട്ട് ബന്ധപ്പെട്ട മതപരമായ കാര്യങ്ങളാണ് ഒരുപാടുള്ളത്. ബോട്ടണിക്കൽ ഗാർഡൻ്റെ കാഴ്ചയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വന്നത് കുട്ടേസി സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. അർമേനിയക്കാരുടെ സാധനമൊക്കെ വാങ്ങാൻ വരുന്ന ഒരു ലോക്കൽ മാർക്കറ്റാണ്. ടൂറിസ്റ്റുകൾക്കുള്ള ഒരു മാർക്കറ്റല്ല. ഇവിടുന്ന് ആൾക്കാർ പ്രധാനമായിട്ടും വാങ്ങുന്നത് ഇറച്ചികൾ, പച്ചക്കറികൾ, പിന്നെ അവർ ഉപയോഗിക്കുന്ന വീട്ടുപകരണങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഇവിടുത്തെ ഒരു സെൻറ്ററായ കോൾച്ചിസ് ഫൗണ്ടൈൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടുപുറകിൽ കാണാൻ ഒരു വെള്ളത്തിൻ്റെ ഉള്ള ഒരു ഫൗണ്ടൈനും കുറേ മൃഗങ്ങളെ പ്രതിമയൊക്കെ ഉള്ളത് ഒരു ഗോൾഡ് കളറിൽ നല്ല രസമുള്ള ഒരു ഫൗണ്ടൈൻ തന്നെയാണ്. ഒരു ഗോൾഡ് കളറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിന്നിപ്പോൾ ഒരു മൂടിയ ഒരു കാലാവസ്ഥയിൽ അങ്ങോട്ട് ഒരു
ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടിയും എന്താ പറയുന്ന ഒരു മഴയുള്ള ദിവസമാണ്. അപ്പം ഒരു മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ ഒരു കുട്ടേശ്ശേരിയിലെ മെയിൻ അട്രാക്ഷനാണ്. ഇവിടെ രാത്രിക്ക് വന്നാൽ കുറച്ചുകൂടി ഒരു വൈബ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. ഒരു വൈറ്റ് ബ്രിഡ്ജിലാണ്. അപ്പോൾ ഒരു വൈറ്റ് കളറുള്ള ബ്രിഡ്ജാണ്. താഴെ ഒരു റിവറുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫ്ലോറിലൊക്കെ എന്തോ ഇവരുടെ ഭാഷയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഉണ്ട്. പിന്നെ താഴത്തെ ഒരു പിന്നെ റിവറിലൊക്കെ ഉള്ള കല്ലുകളൊക്കെ കുറച്ചുകൂടി വൈറ്റാണ്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ പേര് വന്നതും. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ ടിബിസിലൊരു കേബിൾ കാറുണ്ട്, സ്റ്റേഷനുണ്ട്. അപ്പോൾ താഴെ മുകളിലെ സ്റ്റേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി നോക്കട്ടെ, അവിടെ ഇല്ലയെന്നാണ് തോന്നുന്നത്. കാരണം മഴ പെയ്യുന്നതുകൊണ്ട് ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ ചെറിയ ദൂരം, ഈ കാണുന്ന ദൂരത്ത് നിന്ന് മുകളിൽ കാണുന്ന അവിടേക്ക് മാത്രമാണ് കേബിൾ കാറുള്ളത്. ഇതാണ് കുട്ടേശ്ശേരിയിലെ കേബിൾ കാറുള്ളത്. ഒരു പഴയ കാലത്തെ കേബിൾ കാറാണ്. നമ്മൾ സാധാ വീടിൻ്റെ ഡോർ അടിക്കുമ്പോൾ അടിച്ചിട്ട് വേണം കുറ്റിയിട്ടിട്ട് വേണം അത് പോകാൻ. ഇത് ആളുള്ളപ്പോൾ മാത്രമേ പോകുള്ളൂ. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ ഇത് എടുത്തത്. അപ്പോൾ ഇവിടുന്ന് സിറ്റിയിലേക്കുള്ള നല്ലൊരു കാഴ്ചയും കണ്ടിട്ടുണ്ട്. സിറ്റിയിൽ നമ്മളിപ്പോൾ വന്ന് നേരത്തെ കണ്ട ബ്രിഡ്ജൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മുകളാണ് നമ്മൾ നേരത്തെ പോയത്. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ബോട്ടം സ്റ്റേഷനും അതാണ് കാണുന്നത്. ഞങ്ങളിപ്പോൾ ആ കേബിൾ കാറിൽ കയറിയിട്ട് തന്നെ മുകളിലെത്തിയാണ്. അപ്പോൾ ഇവിടെ ഒരു പാർക്കിൻ്റെ ഒരു സെറ്റപ്പിലാണുള്ളത്. ഇവിടെ ജയൻ വീൽസ് മറ്റേ വേറെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിലവിൽ എനിക്കൊന്ന് മഴൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ആരുമില്ല. ഇവിടെ ഭയങ്കര എംപ്റ്റിയാണ്, ഒരു മനുഷ്യനുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കണ്ടിട്ട് ജസ്റ്റ് അത് ആവട്ട് തന്നെ പോകും, തിരിച്ച് ഇതിൽ തന്നെ പോകും. അപ്പോൾ ഇതിൽ കയറാൻ ഒരാൾക്ക് വേണ്ടത് 3 ലാറിയാണ് വേണ്ടത്. അപ്പം ഒരു സൈഡിലേക്ക് 3 ലാറിയാണ്, 2 സൈഡാകുമ്പോൾ 6 ലാറി വരും ഒരാൾക്ക്. ഈ കേബിൾ കാറിൻ്റെ കാഴ്ചകൾ കണ്ട് നമുക്കാണ് നടന്നുകൊണ്ട് താഴോട്ട് ഇറങ്ങാനൊക്കെ പറ്റില്ല. കുറച്ച് കൂടുതൽ സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കാടിൻ്റെ നടുക്കൂടില്ല കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ താഴോട്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വേറെ 3 ലാറി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതേ കേബിൾ കാറിൽ തന്നെ പിന്നെ തിരിച്ചങ്ങോട്ട് പോവുകയും ചെയ്യാം. പിന്നെ മഴ കൊണ്ട് കുറച്ച് വ്യൂവിനൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു. നമ്മൾ കേബിൾ കാറിലൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ വെള്ളം വീണെടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ച് ചെയ്താലും ഒന്ന് നടന്നു നോക്കാം താഴോട്ട് എന്നാണ്. ഇവിടെ മാപ്പിൽ നോക്കിയപ്പോൾ സ്റ്റെപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി.